ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഇന്ന് വെക്കുന്നത് പറഞ്ഞാൽ അയലക്കറി കേട്ടോ. അപ്പം അയലക്കറി ഞാൻ എങ്ങനെ അയലക്കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തെ ഈ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത്തെ ഇഞ്ചി വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്, കൊച്ചുള്ളി റെഡിയാണ്, കാന്താരി റെഡിയാണ്, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും റെഡിയായിരിപ്പുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം കേട്ടോ, അതിനകത്തോട്ട് ഞാൻ കുടംപുളിയും ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. തണ്ട ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് നല്ല രീതിയിൽ പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അതും ഒരു ചെറിയ കളർ അങ്ങോട്ട് മങ്ങി വരുമ്പോൾ നേരെ അതിനകത്തോട്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ കൊച്ചുള്ളിയും കാന്താരിയും കൂടി കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകിന് പകരം കാന്താരി എന്ന് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ അങ്ങോട്ട് ഇളക്കിയെടുക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു കറിവേപ്പില ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങുമല്ലോ. അത് കഴിയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് കലക്കനായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇളക്കുന്ന കാര്യത്തിൽ കുറവ് കാണിക്കുകയേ വേണ്ട. എത്രത്തോളം ഇളക്കിയെടുക്കുന്നോ അത്രത്തോളം നല്ലതാണ്. കാരണം ഇത് പൊടി കരിഞ്ഞു പോകാതെ നമ്മൾ തീ കുറച്ച് വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ ഇളക്കിയെടുത്തത് ഇത് കണ്ടോ, മുളക് പൊടിയുടെ കളറും കാര്യങ്ങളൊക്കെ മാറി, അതിൻ്റെ പച്ചക്കുത്തനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നേരെ ഇതിനകത്തോട്ട് ഞാൻ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത്, ഞാൻ ചെറിയ ചൂടുവെള്ളം ഞാൻ പറഞ്ഞല്ലോ, കുടംപുളി ഉപ്പും കൂടിയായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടി ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളി കായപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കായപ്പൊടി ഒരു ശകലം കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. ആ കായത്തിൻ്റെ ആ മണവും ആ ഉണവും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മീൻകറിക്ക് ഒരു പ്രത്യേകത. ഉലുവയും കൂടെ ആ കൂടെ ഞാൻ ചേർക്കുവാണ്. ഉലുവാപ്പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ചേർക്കേണ്ട, ഒരു ശകലം ചേർക്കണം. ഒരു ടേസ്റ്റാണ് കായപ്പൊടി ഉലുവയൊക്കെ ചേർക്കുമ്പോൾ. അങ്ങനെ അത് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് പറഞ്ഞാൽ കുറച്ച് പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. കുറച്ച് പച്ചവെള്ളം, കാരണം മീൻ വേവണമല്ലോ. മീൻ വേവാനുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ മീൻ വേവാനുള്ള വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നേരെ ഞാൻ ചട്ടി അങ്ങ് മൂടി വെക്കും കേട്ടോ. മൂടി വെച്ച് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഒരു തള വന്നു കഴിയുമ്പോൾ മീൻ ഓരോന്നോരോന്ന്, അതായത് നമ്മുടെ അയലക്കുട്ടന്മാർ ഇവിടെ വെട്ടി വെച്ചേക്കുമല്ലേ, ഇത് ഓരോന്നോരോന്ന് നമുക്ക് പിറക്കി ഇട്ട് കൊടുക്കാം. അങ്ങനത്തെ ഓരോന്നോരോന്നായി ഞാൻ പിറക്കി എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ നമുക്കത് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം, ഇല്ല എങ്കിൽ ചട്ടി തന്നെ ഒന്ന് വട്ടം കറക്കി എടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ ചട്ടി വട്ടം കറക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കും കേട്ടോ. അങ്ങനെ ഇളക്കി എടുത്തത് മൂടി വെച്ച് നല്ല രീതിയിൽ ഒരു തള വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് ആ മീൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയെല്ലാം നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുവാണ് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം